കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അച്ഛൻ ഇവിടെ താമസിക്കുന്ന സമയത്ത് ആരുമായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടില്ല. പക്ഷെ അച്ഛനിടയ്ക്ക് തീർത്ഥാടനത്തിനെന്നും പറഞ്ഞ് വീട് വിട്ടു പോയിട്ടുണ്ട്. അതെങ്ങോട്ടാണെന്ന് ആർക്കറിയാം. കൂടുതലും പോയിട്ടുള്ളത് പനച്ചിക്കാട് അമ്പലത്തിലേക്കാണ്. പനച്ചിക്കാട് ദേവിയുടെ വലിയ ഭക്തനാണ് അച്ഛനെന്ന് ഒരു ധാരണ പരത്തിയിട്ടുണ്ട്. അല്ല, ഇവിടെ ഇപ്പൊ അച്ഛന്റെ കൂടെ വേറൊരു സ്ത്രീയെ കണ്ടത് നമ്മുടെ പരിസരത്തല്ലേ, കോട്ടയത്തല്ലല്ലോ. കഥകള് കറങ്ങിത്തിരിഞ്ഞ് കോട്ടയം വഴി തിരുവനന്തപുരത്ത് എത്തിയതാണെങ്കിലോ? എന്നുവെച്ചാ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ശക്തമായ സംശയമുണ്ട്. അതിനി ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നത് വരെ മനസ്സിന് ഒരു സമാധാനം കിട്ടില്ല. എടാ, എന്തായാലും എന്റെ അടുത്തൂടെ പറഞ്ഞൂടെ? എന്തായാലും കുറച്ചൊരു വ്യക്തത വരട്ടെ, എന്നിട്ട് ഏട്ടനോട് ഞാൻ എല്ലാം പറയാം. ജീവിതത്തിൽ നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിച്ചത് നമ്മുടെ അച്ഛനായിരുന്നു. ഇപ്പോഴും ആ വിശ്വാസത്തിന് കോട്ടമൊന്നും തട്ടിയിട്ടില്ല. അതുകൊണ്ട് നീ പറഞ്ഞതുപോലെ നിനക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്നവരെ അച്ഛനെ കുറ്റമൊന്നും പറയരുത്. കഴിഞ്ഞ ഒരു ദിവസം രാത്രി ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു. അന്ന് ഏതോ ഒരു അമ്പലത്തിന്റെ പേര് പറഞ്ഞു. അവിടെ ഉത്സവമാണെന്നും പറഞ്ഞു. പക്ഷെ ഉത്സവത്തിന്റെ ഒരു കോലാഹലവും അവിടെ കേട്ടില്ല. അതുപോലെ തന്നെ അച്ഛൻ ഹോട്ടലിലിരുന്ന് ആഹാരം കഴിക്കുവാണെന്ന് ചില ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തും മറ്റ് ശബ്ദങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോഴൊക്കെ എനിക്ക് നേരിയ സംശയം തോന്നിയെങ്കിലും നമ്മുടെ അച്ഛനായതുകൊണ്ട് ഞാൻ അതേപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയില്ല. ഇപ്പൊ ഗുരുവായൂരുള്ള ആള് തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അച്ഛൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്. പെട്ടെന്നൊരു ദിവസമാണ് അച്ഛന് ധൈര്യം വന്നത്, പ്രത്യേകിച്ച് നീ ദീപയുമായിട്ട് വീട് വിട്ടപ്പോൾ. അതിനുശേഷം ഇനിയെങ്കിലും അച്ഛനൊരു ജീവിതം വേണമെന്ന് തോന്നിക്കണോ? അതുകൊണ്ട് ഇനി ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് അടുപ്പം കൂടിയതായിരിക്കൂ. അമ്പലങ്ങളിൽ തൊഴാൻ പോകുന്നതല്ലേ, അവിടെ ചെന്നപ്പോ സമാന ചിന്തയുമായിട്ട് വേദനിച്ചു കഴിയുന്ന ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് അടുപ്പത്തിലായോന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ഏട്ടൻ ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ കാണിച്ചേ. എടാ, ദൃശ്യങ്ങൾ മാത്രമല്ല, ആ സ്ത്രീയുടെ ഫോട്ടോയും ഞാൻ എടുത്തിട്ടുണ്ട്. എടാ, ഇവരെ നിനക്കറിയോ? അല്ല, നീ വീണ്ടും വീണ്ടും നോക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. ചെറിയ മുഖപരിചയമുണ്ട്. ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ. എവിടെ വെച്ച്? കണ്ടത് എവിടെ വെച്ചാണെന്നൊക്കെ ഞാൻ പറയാം. അങ്ങനെയെങ്കിൽ ഇത് ഇന്നും തന്നെ തുടങ്ങിയ ബന്ധമല്ല. ഏട്ടൻ പറയുന്ന പോലെ പെട്ടെന്ന് അമ്പലനാളിൽ വെച്ച് അടുത്തതുമല്ല. വർഷങ്ങളായിട്ട് ഇവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട. ഉടൻ തന്നെ ആളാരാന്നൊക്കെ ഏട്ടന് പിടികിട്ടിക്കോളും. ഇന്നു മുതൽ ഞാൻ അച്ഛൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. അച്ഛനെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അകത്ത് കയറിയിട്ട് ഊരിയാ മതി ഹെൽമെറ്റ്. ഓഹോ, പിടിച്ചേ. വാ. ഒരുപാട് സമയമൊന്നും എടുത്തില്ലല്ലോ, പെട്ടെന്ന് ഇങ്ങ് വന്നല്ലോ. പെട്ടെന്ന് വരണമെന്ന് മോളുടെ ഭാഗത്തുനിന്നും സ്ട്രോങ് ആയ നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ, പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ആരും കണ്ടില്ലല്ലോ. ഇല്ല, ഇടയ്ക്ക് ജയനൊന്ന് വിളിച്ചായിരുന്നു. എന്നെയും വിളിച്ചായിരുന്നു. അമ്മയൊക്കെ വന്നതുകൊണ്ടേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഗുരുവായൂരാണെന്നാ പറഞ്ഞത്. അവൻ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടെന്നാ തോന്നുന്നു. അതാ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്. ചേട്ടന് സംശയമൊന്നും തോന്നിയില്ലല്ലോ? ഏയ്, ഇതുവരെ ഒന്നുമില്ല. ഏതായാലും ഇനി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്കെങ്ങും പോണ്ട. അങ്ങനെ പോവുകയാണെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്കങ്ങ് പോയാ മതി. പാവം അമ്മയെ കൂട്ടണ്ട. കള്ളത്തരം പിടിക്കപ്പെട്ടാലേ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മോളുടെ അച്ഛന്. എന്നാലും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് അതേപ്പറ്റി ഒരു ചിന്തയില്ല.
ഒന്നും സംഭവിക്കാത്ത മട്ടില്ല എന്നെ കൊണ്ട് നടക്കുന്നത്. മാർക്കറ്റിനകത്ത് കയറിയപ്പോഴേ ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല. അത് പിന്നെ മോളെ, മാർക്കറ്റിനകത്ത് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് കയറിയ അത് വൃത്തികേടല്ലേ? ആൾക്കാരെന്ത് കരുതും? മാസ്ക് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ മാറ്റിയിട്ടൊന്നും ഇല്ല. അതുകൊണ്ടേ അത്യാവശ്യം മാസ്ക് ഒക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ പോവാം. ഇന്നത്തെ കാലത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ബൈക്കിൽ ചെത്തി നടക്കുന്നത് ഹെൽമെറ്റ് ഇട്ടോണ്ടും മാസ്ക് ഒക്കെ വെച്ചിട്ടുവാ. എന്ന് കരുതി ആ പ്രായമാണോ ഞങ്ങളുടേത്? എന്റെ അമ്മേ, അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ച ശേഷം എത്ര ദിവസം നിങ്ങൾ ചുറ്റിയടിച്ച് നടന്നിട്ടുണ്ട്? സത്യം പറഞ്ഞ ഇപ്പഴാ ഈ പ്രായത്തിലാ രണ്ടാൾക്കും ഒന്നിച്ച് താമസിക്കാൻ പോലും അവസരം ഉണ്ടാകുന്നത്. ആ നേരത്തൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഇവിടെ വരുമ്പോ ആകരുതെന്ന് മാത്രം. കോട്ടയത്ത് എത്തിയിട്ട് രണ്ടുപേർക്കും എവിടെ വേണേലും പോവാലോ. അതിനി മോളെ ഇവിടെ തനിച്ചാക്കിയിട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? ഞാൻ അധിക നാളൊന്നും ഇവിടെ കാണില്ലല്ലോ. കൂടിപ്പോയാ ഏപ്രിൽ വരെ ഇവിടെ കാണും. അത് കഴിഞ്ഞ് എനിക്ക് ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും. ജേട്ടൻ എനിക്ക് വേറൊരു കമ്പനിയിലേക്ക് ജോലി നോക്കുന്നുണ്ട്. അത് കോട്ടയത്തോ അതിന്റെ പരിസരത്തോ വേണമെന്ന് ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ വലിയ ടെൻഷനൊന്നും ഇല്ലല്ലോ. ആ, ഏതായാലും മോക്ക് ഇഷ്ടപ്പെട്ട മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്ന് അമ്മ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരേണ്ട താമസം. അച്ഛൻ അത് മോക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ റെഡിയാക്കി തരും. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ മീൻ വൃത്തിയാക്കി കൊണ്ടുവരാം. ഇതൊക്കെ പറയുന്നെങ്കിലും അച്ഛനൊപ്പം ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിൽ അമ്മയ്ക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ കാണാതിരിക്കൂ. സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ അരികിൽ വേണമെന്ന് ഏത് ഭാര്യമാർ ആഗ്രഹിക്കാത്തത്? അതൊക്കെ മിക്ക ആണുങ്ങൾക്കും അറിയില്ല എന്ന് മാത്രം. നാരങ്ങ വെള്ളം കുടിക്കും. ഞായറാഴ്ച അവധിയാണല്ലോ. അപ്പൊ ശനിയും തിങ്കളും കൂടി അവധി എടുത്താ 3 ദിവസം അടുപ്പിച്ച് കിട്ടും. നമുക്ക് ഗുരുവായൂർ വരെ പോയാലോ? എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ? അല്ല, ഗുരുവായൂരപ്പന്റെ പേര് പറഞ്ഞാണല്ലോ കള്ളം പറഞ്ഞോണ്ടിരിക്കുന്നത്. അവിടെ പോയി പിന്നെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഏത്തവിടണ്ടേ? മോളെ, ഭഗവാന് കാര്യങ്ങളൊക്കെ അറിയാം. 3 ദിവസം കിട്ടുവാണെങ്കിൽ ഗുരുവായൂർ മാത്രമല്ല മൂകാംബികയിലൊക്കെ കയറിയിട്ട് നമുക്കിങ്ങ് വരാം. അതിനോട് എനിക്ക് വലിയ താല്പര്യമാ. പക്ഷെ മോക്ക് ലീവ് കിട്ടുവോ? ഇപ്പൊ ജയനല്ലല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ചാരുവോട് അമ്മയും കൂടെ അല്ലേ? കല്യാണം ചില ബന്ധുക്കളൊക്കെ അറിയിക്കാനുണ്ടെന്ന് പറയാം. അതാകുമ്പോ അവർ എതിർപ്പൊന്നും പറയില്ല അച്ഛാ. എന്നാ പിന്നെ മൂഡ് ഇഷ്ടം പോലെ അയക്കും. നമ്മള് 3 ആളും കൂടെ ഒന്നിച്ച് അമ്പലങ്ങളിലൊക്കെ പോണമെന്നും ചില യാത്രകളൊക്കെ ചെയ്യണമെന്നും അച്ഛൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അമ്പലത്തിലേക്ക് ചെല്ലുമ്പോ ഞാനും അമ്മയും നിൽക്കുന്നിടത്ത് അച്ഛൻ നിൽക്കില്ലല്ലോ. ആരെങ്കിലും കാണുന്നുള്ള പേടിയല്ലേ? ഇനിയിപ്പോ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ആ എന്താ സുകന്യെ, മോള് പറയുമായിരുന്നു 2 ദിവസം ലീവ് എടുത്തിട്ട് നിനക്ക് പോകാനുള്ള അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകാവെന്ന്. എന്നോട് മോള് പറഞ്ഞു. കൊറേ നാളായിട്ടുള്ള ആഗ്രഹം. അടുത്ത ആഴ്ച തന്നെ പോയാലോ? അമ്മയും മോളോട് പ്ലാൻ ചെയ്തു. ഞാൻ റെഡിയാ. അച്ഛൻ ഇപ്പൊ മൊത്തത്തിൽ ഫ്രീ അല്ലയോ? ഈ ആഴ്ച ഞാൻ ഇവിടെ വന്നിട്ട് 1 മാസം തികയോ. സാലറി കിട്ടും. ആ സാലറിയിൽ ഒരു അംശം ഗുരുവായൂരപ്പന് സമർപ്പിക്കണമെന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാ. ഈ കാര്യം ഞാൻ മോളോട് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. അയ്യോ, ഒരു വണ്ടി വന്നു നിന്നല്ലോ. ആരാ നോക്കിയ മോളെ? അയ്യോ, അച്ഛാ, മാർക്ക് ജയേട്ടനാ. അയ്യോ, അവൻ ഇപ്പൊ എന്നെ മോളെ വിളിച്ചതല്ലേ ഉള്ളൂ. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? അയ്യോ, ഒന്ന് പോ അച്ഛാ. അയ്യോ,
മോള് വാതില് തുറക്ക്. സാറായിരുന്നോ? നേരത്തെ എന്നെ വിളിച്ചതേ ഉള്ളല്ലോ. മനസ്സിന് ഒരു സമാധാനമില്ല. വിഷുവിന് തന്നെ കല്യാണം വേണമെന്നും പറഞ്ഞ് അമ്മ വാശി പിടിക്കോ? ഇത് എവിടെ ചെന്ന് നിൽക്കുന്ന ഒരു പിടിയില്ല ഹരിതേ. ആകെ കൂടി ഇതൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് 2 പേരേ ഉള്ളൂ. അതെന്റെ അച്ഛനും ഏട്ടനോ. പക്ഷേ അവരെ പോലും ഒളിച്ചും പാത്തുക്കെ കാണാൻ പറ്റുന്നുള്ളൂ, സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. മോളിപ്പോ ഒരു യാത്ര പോകുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യാത്രയോ? ആ, ഗുരുവായൂർ അമ്പലം വരെ ഒന്ന് പോണം സർ. അതുപോലെ തന്നെ മൂകാംബികയിലും ഒന്ന് പോകണമെന്നുണ്ട്. ഓ, ഗുരുവായൂരപ്പനെ എല്ലാരും കൂടെ കൂട്ടുപിടിച്ചിരിക്കുവാണല്ലേ? സർ, സാറിന് ലീവ് എടുക്കുന്നത് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ലീവ് എടുത്ത് പോകാനാണോ? മൂകാംബികയിലൊക്കെ പോകണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ലല്ലോ സർ. ഒരു ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൂടി ലീവ് തന്നാ പിന്നെ ഞായറാഴ്ച അവധിയാണല്ലോ. അപ്പൊ 3 ദിവസം അടുപ്പിച്ച് കിട്ടുമല്ലോ. അതിനെന്താ, വർഷത്തിൽ ഒരു 10-15 ദിവസത്തെ ലീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ വലിയ സന്തോഷം സർ. അമ്മയ്ക്കും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകാൻ വലിയ ഇഷ്ടാ. ഗുരുവായൂർ ഏതെങ്കിലും ബന്ധുവീടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, വെറുതെ ചോദിച്ചതാ. ഈ ഗുരുവായൂരപ്പൻ തന്നെ നമ്മളൊക്കെ വലിയ ബന്ധുവല്ലേ? സാർ ഇരിക്കോ? ഞാൻ സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട. എന്റെ അച്ഛന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആള് ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തനാ. പിന്നെ ചങ്ങനാശ്ശേരി സ്വദേശി ആയതുകൊണ്ട് പനച്ചിക്കാട് ദേവിയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. അച്ഛൻ ഏറ്റവും കൂടുതൽ പോകുന്നത് അവിടെയും തിരുനക്കര അമ്പലത്തിലൊക്കെയാ. അറിയാം സർ. അവിടെയൊക്കെ വരുമ്പോ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലും സാറിന്റെ അച്ഛൻ കേറാറുണ്ട്. എന്ത് ചെയ്യാനാ? അമ്മ അച്ഛനെ അടിച്ചമർത്തുമായിരുന്നെങ്കിലും അച്ഛൻ അടുത്തുള്ളത് വലിയ ആശ്വാസമായിരുന്നു. ഇതുപോലുള്ള വിഷമങ്ങളൊക്കെ വരുമ്പോ എല്ലാം ഷെയർ ചെയ്യാൻ വലിയൊരു കൂട്ടായിരുന്നു അച്ഛൻ. ദീപയെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ ദീപയ്ക്കും വലിയ ആശ്വാസം അച്ഛനായിരുന്നു. അതൊക്കെ ദീപേച്ചിനോട് പറഞ്ഞിട്ടുണ്ട് സർ. അച്ഛൻ ഇത്തവണ കോട്ടയത്ത് വന്നപ്പോ ഹരിതര വീട്ടിൽ വന്നായിരുന്നു. വന്നില്ല, വിളിച്ചിരുന്നു. ഇന്നലെയും സാറിന്റെ അച്ഛൻ ഞങ്ങളെ വിളിച്ചിരുന്നു. എന്നിട്ട് സാറിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനെ ഞാൻ ഈ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യുന്നുണ്ട്. വിളിക്കുമ്പോ ഒരു ആശ്വാസം, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഇപ്പൊ ഗുരുവായൂരാ ക്യാമ്പ് ചെയ്യുന്നത്. അതെ, എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞായിരുന്നു. ഞാൻ ടെൻഷൻ ഓവറായപ്പോ ഇങ്ങോട്ടേക്ക് വന്നതാ. അപ്പൊ ശരി. ഒന്നും കുടിക്കുന്നില്ലേ? വേണ്ടമ്മേ, ശരി. അവൻ പോയോ? പോയി. പിന്നെ ഗുരുവായൂർ ബന്ധുവീടുണ്ടോന്നാ ചോദിച്ചത്. അതെ, അവന് രാഗിണി കല്യാണം ഫിക്സ് ചെയ്യാൻ പോകുന്നതിന്റെ ടെൻഷനാ. അതിനപ്പുറം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? അവന്റെ സംസാരത്തിൽ മോക്ക് അങ്ങനെ തോന്നിയോ? അങ്ങനെയൊന്നുമില്ല. ഏതായാലും ലീവ് തരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അച്ഛന്റെ അമ്മയുടെ നടുക്കിരുന്ന് ഒരു യാത്ര അത് സംഭവിക്കാൻ പോവാ. അച്ഛൻ ഇത്തവണ കോട്ടയത്ത് വന്നപ്പോ ഹരിതര വീട്ടിൽ വന്നായിരുന്നു. വന്നില്ല, വിളിച്ചിരുന്നു. അച്ഛൻ എവിടെയാ? ഞാൻ ഗുരുവായൂരാ.
ഇതാരാ ജഗനോ? ആ ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാമല്ലോ. ഇവിടെ തടസ്സപ്പെടുത്താൻ ആരും ഇല്ലല്ലോ. ഒരാളുണ്ട്. അതാരാ? ഞാൻ തന്നെ. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വീട്ടിൽ കയറാനൊന്നും പറ്റത്തില്ല. ഓ ഇയാളുടെ അനുവാദം ആർക്ക് വേണം? ഈ വീട്ടിലേക്ക് ആര് വരണം വരണ്ടെന്ന് പറയാനുള്ള അധികാരമുള്ള ഒരാളുണ്ട്. ആളെനിക്ക് അനുമതി തന്നു കഴിഞ്ഞു. ഏത് പാതിരാത്രിക്കും എനിക്കിവിടെ കയറി വരാമെന്ന്. ഓ അത് ശരി. അപ്പൊ അത്രയ്ക്ക് അഹങ്കാരമായി. ആ കുറച്ച് അഹങ്കാരാണെന്ന് കൂട്ടിക്കോ. അല്ല കയ്യിലെന്താ? ആ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോ വെറും കൈയോടെ അല്ലേ വന്നത്. അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇത് ഒരുപാടുണ്ടല്ലോ ബുള്ളറ്റ്. അമ്മയ്ക്ക് ലോ പ്രഷറൊക്കെ അല്ലേ, അതുകൊണ്ട് ഓറഞ്ചും പേരക്കയും ഒക്കെ ഉള്ളൂ. ഇതൊക്കെ കഴിച്ച പ്രഷർ മാറൂന്ന് ബുള്ളറ്റിനോട് ആരെങ്കിലും പറഞ്ഞോ? ആ ഫ്രൂട്ട്സ് എന്തായാലും ശരീരത്തിന് ദോഷം ചെയ്യില്ലല്ലോ. ബുള്ളറ്റിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഫ്രൂട്ട്സ് ആണോ? ഹേ അത് നല്ല നാടൻ കോഴിമുട്ട വാട്ടിയതും മട്ടനും ഒക്കെയാ. ബുള്ളറ്റ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം ഒരുക്കി വെച്ചേനെ. ആരൊരുക്കി വെക്കുന്നേ പറയുന്നത്? ഇവിടെ ആരെങ്കിലും പുറത്തുനിന്ന് വന്നാ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഒരുക്കി കൊടുക്കാൻ തന്റെ അമ്മയെ കൊണ്ട് ഇപ്പൊ പറ്റത്തില്ലല്ലോ. അമ്മ കിടപ്പില്ലല്ലേ. പിന്നെ ഇയാൾക്ക് അടുക്കളപ്പണി അറിയില്ല എന്ന് എനിക്കും അറിയാം. അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അമ്മ ഇന്ന് രാവിലെ അടുക്കളയിലൊക്കെ കയറിയായിരുന്നു. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞതുകൊണ്ട് പോയി കിടന്നതാ. അമ്മയുടെ അസുഖം മാറുന്നവരെ ഒരു കാരണവശാലും അമ്മയെ അടുക്കള കയറ്റരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 3 നേരമുള്ള ഭക്ഷണം ഞാനോ സുനിലോ ഇവിടെ എത്തിച്ചേരാം. അത്രയ്ക്കൊക്കെ ഞങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കണോ? എനിക്ക് കയറി ചെല്ലാൻ ഒരു വീടിലിടും. ഈ കടപ്പുറത്തൊക്കെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവരൊക്കെ സ്നേഹത്തോടെ ഭക്ഷണം ഉണ്ടാക്കി തരികയും ചെയ്യുന്നുണ്ട്. സത്യമായിട്ടും ഇതുവരെ ഞാൻ ഇതുപോലെ ആരുമായിട്ട് അടുത്തിട്ടില്ല. ഇപ്പോഴെന്തോ എന്നെ കാത്തിരിക്കാൻ ചിലരൊക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായിരിക്കുക. ആ അതിലെനിക്കൊരു സുഖമൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ബുള്ളറ്റ് ചെല്ല്. അമ്മ ഇപ്പൊ ദിവസം ഒരു നേരമെങ്കിലും ബുള്ളറ്റിനെ പറ്റി സംസാരിക്കാറുണ്ട്. ആദ്യമായിട്ടാ എന്റെ അമ്മ ഒരു ഗുണ്ടയെ സ്നേഹിക്കുന്നത്. ബുള്ളറ്റ് എന്നൊക്കെ എന്നെ വിളിച്ചോ, പക്ഷെ ഗുണ്ടെന്നുള്ള വിളി വേണ്ട കേട്ടോ. പിന്നെ ഗുണ്ടേന്നല്ലാതെ എന്ത് വിളിക്കണം? ബുള്ളറ്റിന് കൂടെ ജഗൻ വിളിച്ചോ, അല്ലാതെ എനിക്കൊരു വിളിപ്പേര് വേണ്ട. ആൾക്കാര് അങ്ങനെ വിളിച്ചോട്ടെ, പക്ഷെ ഇയാളും ഇയാളുടെ അമ്മയൊന്നും അങ്ങനെ വിളിക്കണ്ട. അമ്മേ, ആ ജഗനോ? ആ ഇന്ന് വെറും കൈയോടെയല്ല വന്നിരിക്കുന്നെ. അമ്മയ്ക്ക് ഇഷ്ടം പോലെ ഫ്രൂട്ട്സും ആയിട്ടാ. അസുഖമൊക്കെ ആയിട്ടിരിക്കല്ലേ? ജഗനിരിക്കെ. ഞാൻ ചായ എടുക്കാം. വരുമ്പോഴൊക്കെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇരിക്കുന്നേ. ഞാനിപ്പോ ജഗനെ പറ്റി ഓർത്തതേ ഉള്ളൂ. ആ സമയത്താ വന്നത്. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ ആദ്യം കാണുമ്പോ അമ്മ ഇങ്ങനൊന്നും ആയിരുന്നില്ല. നല്ല പ്രസരിപ്പോടെയാ എല്ലാവരുടെയും മുന്നിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളത്. ഇപ്പോ ഞാൻ അസുഖക്കാരിയല്ലേ മോനെ? അതായിക്കോട്ടെ, പക്ഷെ ഈ വീട്ടിലേക്ക് താമസമായതിൽ പിന്നെ ആ പഴയതുപോലുള്ള തൻ്റെ ഇടമൊന്നും കാണുന്നില്ല. സസ്പെൻഷനായിട്ട് കുറെ നാളായി. ഇപ്പോഴും ചില ആൾക്കാരൊക്കെ അവരുടെ പുറമ്പോക്ക് ഭൂമിയുടെ കെട്ടിടങ്ങൾ പൊളിച്ചോന്നും പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുക. പൊളിച്ച കെട്ടിടങ്ങൾ നിന്നത് പുറമ്പോക്ക് ഭൂമിയിലല്ലെന്ന് അവര് പറയുന്നത്. അതിന് പിന്നിൽ സദാനന്ദനാണെന്ന് എനിക്കറിയാം. എങ്ങനെയെങ്കിലും എന്റെ ജോലി കളയണം. ഏതായാലും കുറെ നാള് വീട്ടിലിരുന്നപ്പോ മനസ്സൊന്ന് മുരടിച്ചു പോയി. പിന്നെ ദീപയുടെയും ജയലാലിന്റെ വേദന കൂടിയായിപ്പോ തളർന്നുപോയി. അത് മാത്രമല്ലമ്മേ, ദിലീപിന്റെ പ്രവൃത്തികളും അമ്മയെ തളർത്തിയിട്ടുണ്ട്. അതൊരു കാരണമാണ്. മക്കളുടെ ആയാലും ഭർത്താവിന്റെ ആയാലും ശത്രുക്കളുടെ ആയാലും അവരുടെ ഒന്നും മുന്നിൽ പതറാതെ തലയുയർത്തി പിടിച്ച് നടക്കുന്ന അമ്മയെ കാണാൻ എനിക്കിഷ്ടം. എന്തിനാ അവരുടെയൊക്കെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്നത്? ഞാനങ്ങനെ തലതാഴ്ത്താറൊന്നുമില്ല. പോലീസ് ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും തല ഉയർത്തിപ്പിടിച്ച് തന്നെയാ അവർക്കൊപ്പം പോയത്. അതുപോലെ ലോക്കപ്പിൽ എന്നെ കാണാൻ എന്റെ ഭർത്താവും മരുമോളും വന്നപ്പോഴും ഞാൻ കൂസലില്ലാതെ അവരോട് സംസാരിച്ചത്. അങ്ങനെ തന്നെ വേണം. ഒരിടത്തും
അമ്മ തോക്കാൻ പാടില്ല. അമ്മയ്ക്ക് കൂട്ടിന് അമ്മയെപ്പോലെ തൻ്റെ ഉള്ളൊരു മകളുണ്ട്, പിന്നെ ഞങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സദാനന്ദിനല്ല, ആരെയും ഇനി അമ്മ വകവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് പറയാനാണോ വന്നത്? അല്ല, മൂത്ത മോൻ അവഗണിച്ചതുകൊണ്ട് അമ്മയ്ക്ക് അതിൻ്റെ വേദന ഉണ്ടെന്നറിയാം. പിന്നെ എന്നോട് അമ്മയെന്നൊക്കെ വിളിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും കാണണം തോന്നി. അതുകൊണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും. ഉറപ്പായിട്ട് വരണം. ഞാൻ പറഞ്ഞല്ലോ, ജഗനി വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. മറ്റാരേക്കാളും എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാ. എന്റെ 2 പെൺമക്കളെ പോലെ വിശ്വാസാ ജഗനെ. ഞാൻ ഇടയ്ക്ക് വന്നോളാം. മോള് ചായ ഉണ്ടാക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ട് പോവും. ഞാൻ പുറത്തുണ്ട്. ഉം.